ഒരു ദിവസം എടുത്തു ആ ടെറസിന്റെ മുകളിലുള്ളൊരു ഇത് പിടിക്കാൻ. അതിനുശേഷം ഈ ഇവന്റ് കാണിക്കാൻ, ഒരു സ്കെയർ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 2 നൈറ്റ് അവര് ഷൂട്ട് ചെയ്തു. ഭയങ്കര കോംപ്ലക്സ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് പറയുന്നതിനേക്കാളും അത് കണ്ട് എൻജോയ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരു ഫ്രണ്ടിനെ ഞാൻ ഇതുപോലെ ഒരു മരണവെട്ടി വെച്ച് കണ്ടപ്പോ അവൻ ഫുട്ബോൾ തട്ടുന്ന സീൻ, അത് അവൻ ഇതേപോലെ നേരിട്ട് ഞാൻ കണ്ടപ്പോ അവൻ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഭയങ്കര റാൻഡം കാര്യമൊക്കെ പറഞ്ഞത്. രാവിലെ ബ്രഹ്മയുഗം ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പല ദിവസവും സെറ്റിൽ പോയിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും മമ്മൂക്കയാണ് ശ്രദ്ധിച്ചിരുന്നത്. ഞാനങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് രാവിലെ ആദ്യം ഫസ്റ്റ് ചോദിച്ചത് നിനക്ക് കരയാൻ അറിയാമോ വരുന്നേ? അപ്പൊ അറിയാം എന്നൊക്കെ പറഞ്ഞു. അതെന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചു സിഗരറ്റ് ഒക്കെ വലിക്കാനൊക്കെ അറിയാമോ പേടിച്ച്. ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. അറിയാം. രണ്ടും ഒരു പോസ്റ്ററിൽ ഇങ്ങനെ അലർന്ന പോസ്റ്ററൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഞരമ്പൊക്കെ കാണുമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഓക്കെ പിടിക്കാം കൂടി ശ്വാസമൊക്കെ പൊട്ടി അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുതരും. ഞാൻ ഇന്ന് സ്പെയിനിൽ നിന്ന് നടന്ന് അവിടം വരെ പോയി ഇതൊക്കെ അങ്ങനെ കുറെ അതിൻ്റെ ഇടയിലുള്ള ഇൻസിഡൻസും. അപ്പം ഭയങ്കര കുറെ ജീവിതാനുഭവമൊക്കെ ഉണ്ട്. നമുക്കതിന് ചോദിച്ച് കുറെ സാധനമൊക്കെ എടുക്കാം. വെരി എക്സൈറ്റിംഗ്. മമ്മൂക്കയ്ക്ക് ക്യാരക്ടറിന്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു മാജിക് വെച്ച് മമ്മൂക്ക ഇട്ടൊരു പരിപാടിയിലാണ് നമ്മളതിന് ഷോക്കായത്. ആ ഒരു സിനിമയ്ക്ക് എല്ലാ ആക്ടേഴ്സിനെയും കാണിക്കുക പോലും വേണ്ട. നമുക്ക് ലാലേട്ടൻ പടം എന്ന് പറയുമ്പോൾ തന്നെ ഹൈപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ലാലേട്ടനും കൂടെ ഒരെണ്ണം എടുത്ത് വെച്ചോ, വേണ്ടി വരും. ഇപ്പോൾ DSC യാണ് ഏറ്റവും പുതിയ വിശേഷം. ഈ സിനിമ കണ്ടിറങ്ങിയവരെല്ലാം അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പം രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടറുമായിട്ട് ഇപ്പോൾ ഭൂതകാലവും ബ്രഹ്മയുഗവും ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്ററിന് പിന്നിൽ പ്രവർത്തിച്ചു. ഈ ആസ് ആൻ ആക്ടർ ഈ സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഇപ്പം രാഹുലേട്ടൻ എൻ്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ അഭിനയിക്കും എന്നറിയാം. അപ്പം ഞാൻ ഓരോ പടം കഴിയുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ചേട്ടാ ഇതിങ്ങനെയായി, ഇങ്ങനത്തെ പടം കിട്ടി, ഇന്നതിൽ ത്രൂ ഔട്ട് ഉണ്ടെന്നൊക്കെ പറയും. അപ്പം രാഹുലേട്ടൻ്റെ അടുത്ത് ഞാൻ ചാൻസ് ചോദിക്കുമായിരുന്നു പണ്ടോട്ട്. അപ്പം ഭൂതകാലം ചെയ്യുന്ന സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ജസ്റ്റ് 2 പേരും ഒരു വീടും ഉള്ളടാ, അതിന് ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ. അടുത്ത പ്രാവശ്യം പറഞ്ഞേടാ 3 പേര്. അപ്പൊ പറഞ്ഞ് ഒരാൾ ഒരു വീടുമാണ്, പക്ഷെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ ഞാൻ ചെയ്യും, എനിക്കത് വർക്ക് ആവുകയാണെങ്കിൽ നിന്നെ വെച്ച് ഞാനൊരു ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്, നിന്നെ മനസ്സിൽ കണ്ട എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഓക്കെ അത് നോക്കാം, ഉറപ്പായിട്ടും ഞാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് രാഹുലേട്ടൻ ഇങ്ങനെ പരിപാടി പറഞ്ഞു തന്നത്. സോ എനിക്ക് രാഹുലേട്ടൻ പറഞ്ഞു തന്ന സാധനമായിരുന്നു ഈ പറഞ്ഞ എന്നെ കണ്ടിട്ടാണ് എഴുതിയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ഇറ്റ്. ഈ റിലീസിന് ശേഷം എന്താണ് ഇപ്പോൾ ഒരു പോസ്റ്റ് റിലീസ് അപ്രിസിയേഷനും എങ്ങനെയാണ് അതിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ? ഭയങ്കര സന്തോഷം, വെരി ഓവർവെൽമിങ്. കുറെ ആൾക്കാർ വിളിച്ചു പറയുന്നു, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പടം കണ്ടവരൊക്കെ തിയേറ്ററിൽ ഇരിക്കുമ്പോഴും ഒരു നല്ലൊരു സുഖമുണ്ട്, ഒരു ഫീൽ ഉണ്ട്. ഭയങ്കര സന്തോഷം. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ വിളിച്ചിരുന്നു പടം കണ്ടിട്ട്? എന്നെ കുറച്ചുപേര് ഇങ്ങനെ ഇന്ന് വിനീതായിട്ടും വിളിച്ചായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അമ്പൂക്ക വിളിച്ചിരുന്നു, കൊള്ളാന്ന് പറഞ്ഞിരുന്നു. അമ്പൂക്ക, അമൽ നീരജ് സർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ചുപേര് അവിടെ. ഇപ്പൊ ഈ കിരൺ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ അരുണ് കിട്ടിയ ആദ്യത്തെ ഒരു ബ്രീഫ് എന്തായിരുന്നു ഇതിനെക്കുറിച്ച്? ക്യാരക്ടറിനെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? രാഹുലേട്ടന് ലൈക്ക് കറക്റ്റ് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നത് ഈ ക്യാരക്ടർ ഭയങ്കര മെന്റലി ഭയങ്കര വീക്കാണ്. ഒരു ഉള്ളിലൊരു ഭയങ്കര അൺസെറ്റിലിംഗ് ഫീൽ ഉണ്ട് പുള്ളിക്ക്. കുറെ നാളായിട്ട് ഉറങ്ങിയിട്ടില്ല, അതിന്റെ കുറെ ബുദ്ധിമുട്ടുകളും പിന്നെ എന്താ പറയാ ഒരു ഭയങ്കര ട്രോമാറ്റിക് ഒരു സാധനം നേരിട്ട് കണ്ടിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നീ ഒട്ടും ലൈക്ക് അത് എഫക്റ്റഡ് അല്ല, നീ കാഷ്വൽ ആയിട്ട് പോവാണ്. ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, കാമാണെന്നൊക്കെ പറഞ്ഞ് നിന്നാ മതി, എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത്രയും ചിന്തിച്ചോ, ഇതൊക്കെയായിരുന്നു നിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നീ കണ്ടിട്ടുണ്ട്, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നീ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോ എന്നൊക്കെ ഉള്ളൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. സോ രാഹുലേട്ടൻ വെരി ക്ലിയർ ക്യാരക്ടർ എങ്ങനെയാണ് ഈ പടത്തിൽ അവൻ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അതിലെ ചില സീൻസ് ഞാൻ കണ്ടൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ രാഹുലേട്ടൻ പറഞ്ഞായിരുന്നു. അത് ഇനീഷ്യൽ വാസ്
സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അപ്പം ആ ടെറസിൽ വെച്ച് കാണുന്ന സീനൊക്കെ ഇച്ചിരി ഡിഫറെന്റ് ആയിരുന്നു. അപ്പം രാവിലെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇതുപോലെ ഒരു മരണവെട്ടി വെച്ച് കണ്ടപ്പോൾ അവൻ ഫുട്ബോൾ തട്ടുന്ന സീൻ, അത് അവൻ ഇതേപോലെ നേരിട്ട് ഞാൻ കണ്ടപ്പോൾ അവൻ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഭയങ്കര റാൻഡം കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എന്താ പറ്റിയെന്നൊക്കെ. അത് ഞാൻ ചെറുപ്പത്തിലാണ് കണ്ടത്. പിന്നീട് അത് ആലോചിച്ച് വന്നപ്പോഴാണ് ആ ഒരു ട്രോമ എന്തായിരിക്കും, അവനത് കവർ ചെയ്യാൻ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചതെന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെയോട് എനിക്ക് പറഞ്ഞു. ആടത് കൊള്ളാം, നമുക്കത് യൂസ് ചെയ്യാം, ഞാൻ ഫുട്ബോൾ തരാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് എനിക്ക് അതിലേക്ക് വരാൻ പറ്റും. ഇപ്പം രാവിലെ ഒരു മൂഡ് സെറ്റ് ചെയ്ത് തന്നു മൊത്തത്തിൽ. ഇപ്പം പ്രണവ് ചേട്ടനാണെങ്കിലും രാവിലെ ചേട്ടനാണെങ്കിലും മൊത്തം ഒരു മൂഡ് സെറ്റ് ചെയ്ത് തന്നിട്ടാണ് എനിക്ക് കിരണിലേക്ക് കയറാനുള്ളൊരു സ്പേസ് തന്നത്. നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ഇയാളൊരു അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണല്ലോ, ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലൂടെ അതിനെ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര വ്യത്യാസമാണ്. ശ്രദ്ധിക്കുമ്പോൾ ഒരു ഭയങ്കര റെസ്ലെസ് ആയിട്ട് ഇയാൾക്ക് ഒരിടത്ത് ഉറച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇയാൾ സിഗരറ്റ് പിടിക്കുന്ന സ്റ്റൈല് പോലും ഭയങ്കര രസം, ഒരു ഭയങ്കര യുണീക്കായിട്ട് ഇയാൾ എന്താണെങ്കിലും മനസ്സിലുള്ള ആ കയ്യിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയാണ് ഈ ബോഡി ലാംഗ്വേജിൽ ഇത് കൊണ്ടുവരിക. അപ്പം ഒരു ഫേസിൽ നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോഡി ലാംഗ്വേജിൽ ഇയാളുടെ ഈ ഒരു ട്രോമ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ? ഇതുപോലെ തന്നെ ചേട്ടാ, ഞാൻ കുറെ നേരം സെറ്റിൽ അങ്ങനെ കുറച്ച് സംസാരിക്കാതൊക്കെ ഇരിക്കാൻ നോക്കി. ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. സെറ്റിലാണെങ്കിലും രാവിലെ കൂടിയോ എല്ലാവരുടെ സംസാരിച്ചിരിക്കും കുറെ. അപ്പം ഇപ്പം പടക്കളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഭയങ്കര അലമ്പാണ്. പക്ഷെ ഇതിൽ ഞാൻ മിണ്ടാതിരുന്നു, ഒരു മൂലയ്ക്ക് പോയിട്ട് മിണ്ടാതിരിക്കും. അപ്പം രാവിലെ വന്നിട്ട് എന്ത് പറ്റി ഇത് ചോദിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് പ്രാന്താവാൻ തുടങ്ങി. ഇതൊന്നും ചെയ്യാനും ഇല്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഭയങ്കര നെഗറ്റീവ് സോങ്ങുകളൊക്കെ കേട്ട് BGM ഒക്കെ കേട്ട് അതെ ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ച് പറ്റി ക്ഷീണിച്ച് പിന്നെ ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ അവിടെയാണ്. പിന്നെയാണ് ഞാൻ ആ സ്പേസിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ എനിക്കൊരു മൊത്തത്തിലൊരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് രാഹുൽ ഏട്ടൻ തന്ന കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഏട്ടാ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക, നീ സംസാരിക്കുമ്പം മീറ്റർ ഇതായിരിക്കും, വിളിക്കുമ്പോ ചേട്ടാന്നൊക്കെ വിളിക്കും, ഭയങ്കര കാഷ്വൽ ആയിക്കോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. സോ രാഹുൽ ഏട്ടൻ ഗംഭീര ആക്ടറാണ്. പുള്ളി അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് പല സാധനം. കൃത്യം ഇങ്ങനെ ചെയ്താൽ മതി, കൈ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറയുന്ന. സോ അത് നോക്കി അങ്ങനെ ചെയ്താൽ മതി എന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തപ്പോ എങ്ങനെയോ വന്നതാണ്. ഇപ്പോൾ ഈ രാഹുൽ ആര്യം പറഞ്ഞ പോലെ രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ഇപ്പോൾ ഇതിപ്പം 3ാമത്തെ സിനിമയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ നൽകുന്ന ഒരു ബ്രീഫും ആസ് എ ഡയറക്ടർ അദ്ദേഹം എങ്ങനെയാണ്? രാഹുലയുടെ ഭയങ്കര ചില്ലാണ്, ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. സോ ഹി നോസ് ഹൗ ടു ഡു ഇറ്റ്. എത്ര സമയത്തിൽ ചെയ്തു തീർക്കാൻ. അതെ 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 കുറെ ഷോട്ട് ഒന്നും എക്സ്ട്രാ ഒന്നും എടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓരോരോ സാധനം എടുത്തെടുത്ത് പുള്ളിക്ക് വേണ്ടത് കിട്ടിയാൽ ഹീൽ ഗോ. സോ കൃത്യം ക്ലാരിറ്റി, എവിടെയാണ് കട്ട് വരിക എല്ലാം നേരത്തെ അറിയാം. സോ നമ്മൾ ഭയങ്കര കംഫർട്ട് ആക്കും, കൂടെയുള്ള എല്ലാവരെയും കംഫർട്ട് ആക്കും, അങ്ങനെ ഒരു സെറ്റിങ് ഉണ്ടാക്കും. സോ അതിൻ്റെയൊക്കെ ഭാഗമാകുമ്പോൾ തന്നെ ഞാൻ രാവിലെ ബ്രഹ്മയുഗം ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ദിവസവും സെറ്റിൽ പോയിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും മമ്മൂക്കയാണ് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്തെന്ന് വെച്ചാൽ രാവിലെ അത് കിട്ടുന്നവരെ മമ്മൂക്കയുടെ അടുത്താണെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ അല്ലായിരുന്നു മറ്റേത് അങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്കും ഓക്കെ രാവിലെ ഇതുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാ സീനും അഭിനയിച്ചിട്ടാണെങ്കിലും രാവിലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് എടാ എനിക്ക് എന്താണോ വേണ്ടത് അത് നീ തന്ന് അതൊക്കെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്ക് പക്ഷെ അത് തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം ഹി ഹാസ് എ വിഷൻ. അതിപ്പോ ഡിസൈനിലാണെങ്കിലും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതൊക്കെ ആ ഒരു വിഷൻ വെച്ചിട്ടാണ്. നമുക്ക് എൻ്റെ അടുത്ത് ഒരിക്കലും ഇപ്പൊ ഒരു ഡിസൈൻ കാണിച്ചു തന്നിട്ട് ഇതേപോലെ ചെയ്യും, അല്ലെങ്കിൽ ഒരു റെഫറൻസ് തന്നിട്ട് ഇതേപോലെ അഭിനയിക്കുക അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഹീൽ ഗിവ് എസ് എ സോൺ. ഒരുപാട് ഇൻസ്പിറേഷൻസ് തരും. നീ ഇതൊക്കെ വായിക്കുക, ഇതൊക്കെ പഠിക്കുക, ഇതൊക്കെ കാണുക, നിനക്കൊരു ഐഡിയ കിട്ടും എന്നൊക്കെ പറഞ്ഞുതരും. അങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്ത് വിടുന്നൊരു അടിപൊളിയാണ്. ഇപ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം ആ ഒരു പർട്ടിക്കുലർ സീനിനെ കുറിച്ചാണ്. ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയവരുടെ എല്ലാം മനസ്സിൽ ഇത് ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനാണ്. ഇപ്പോൾ കഥയിൽ വളരെ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ വരുന്ന ഒരു സീനാണ്. ആ സീനിൽ നിന്ന് ലീഡ് ചെയ്താണ് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതും. ആ സീനിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും ആരാണ് ആദ്യം വരുന്നത്, അത് ഭയങ്കര നോർമലായിട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു സീനിൽ നിന്ന് പെട്ടെന്നൊരു സഡൻ ഒരു ജംപ് സ്കെയറിലേക്ക് പോകുന്ന ഒരു മൊമെന്റ് ആണ്. ആ ഒരു സീനിന്റെ ഒരു മൊത്തം കമ്പോസിഷനും അതിന്റെ ഒരു ഷൂട്ട് ഡേയ്സും അതെങ്ങനെയാണ് നമുക്ക്? അത് ഞാൻ ഏറ്റവും പേടിച്ച് മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സീനാണ്. അത് എങ്ങനെ ചെയ്യും, എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതേസമയം. അതിന് എന്ത് ടെക്നിക്കായിരിക്കും രാവിലെ ഉപയോഗിക്കുക, ഒരുപാട് ടീം ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു ഇവന്റ് ആയിരുന്നു. ഞാൻ കൂടുതലും പറഞ്ഞത് മൊത്തം. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നാണല്ലോ ഇത് നമുക്ക് കാണുമല്ലോ എന്നൊക്കെ പറയുന്ന തരത്തിൽ എക്സൈറ്റഡ് ആയിരുന്നു. സോ അതിന് ഒരു പ്രെപ്പ് ഉണ്ടായിരുന്നു. അതിനിപ്പം ബിഫോർ ഷൂട്ട് ഇറ്റ്സെൽഫ്
കുറച്ച് മേക്കപ്പിന്റെ ഇൻവോൾവ്മെന്റ്സും അതിന്റെ മെഷർമെന്റും ഈ പ്രോസ്തെറ്റിക്സിന്റെ ഒക്കെ യെസ് അതിന്റെ കുറച്ച് ഇൻവോൾവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ഭയങ്കര അത് ഒരുപാട് പഠിക്കാൻ പറ്റും നമുക്ക് അതിൽ നിന്ന്. സോ അങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പം ഒരു ദിവസം എടുത്തു ആ ടെറസിന്റെ മുകളിലുള്ളൊരു ഇത് പിടിക്കാൻ. അതിനുശേഷം ഈ ഇവന്റ് കാണിക്കാൻ, ഒരു സ്കെയർ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 2 നൈറ്റ് അവര് ഷൂട്ട് ചെയ്തു. ഭയങ്കര കോംപ്ലക്സ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് പറയുന്നതിനേക്കാളും അത് കണ്ട് എൻജോയ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അതായിരുന്നു ഒരു എക്സ്പീരിയൻസ്. പ്രത്യേകിച്ചും ഇപ്പോൾ ആ ഒരു സീൻ വരുന്നു, അതിന്റെ ഒരു എൻഡില് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതില് അരുൺ എണീറ്റിരുന്ന് ഇങ്ങനെ നോക്കുന്ന റിയാക്ഷൻ കൂടെയാണ് അത് അതിനെ കുറച്ചുകൂടെ സ്കെയറി ആക്കുന്നത്. എനിക്ക് സംഭവിച്ചുള്ളത് ഇയാൾ പെട്ടെന്ന് നോക്കുന്ന റിയാക്ഷൻ കൂടെ അത് ഭയങ്കര ഒരു ആക്ടേഴ്സ് മൊമെന്റ് ആയിരുന്നില്ല. ഉറപ്പായിട്ട് എനിക്ക് ഭയങ്കര ഭാഗ്യം. അങ്ങനത്തെ എനിക്ക് ഒരുപാട് ട്രാൻസിഷൻസ് കിട്ടി. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അറ്റ് ദിസ് ഏജ് എനിക്ക് ഒരു ബഡ്ഡിങ് ആക്ടർ എന്നല്ലെങ്കിൽ രാവിലെ തന്നു. ഇങ്ങനത്തെ ഒരു സീൻ കിട്ടാന്ന് പറഞ്ഞാൽ വൻ ഭാഗ്യമാണ് എനിക്കൊക്കെ. ഞാൻ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള സീനുകളാണ് അങ്ങനത്തെയൊക്കെ. സോ അത് കിട്ടി. രാഹുലേട്ടൻ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ച് കാണിക്കും. കൈ ഇങ്ങനെ വെക്കണം, കൈ ഇങ്ങനെ ഇളകണം, എല്ലാം പുള്ളി സ്പെസിഫിക്കലി കാണിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇന്നെ റൗണ്ട് ചെയ്തോളൂ എന്ന് പറയും. സോ ഒരു ആക്ടറിന്റെ ഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കരയുന്ന സീക്വൻസില് പെട്ടെന്ന് ഒരു കരയുന്ന ഒരു സീക്വൻസ് ഇത് വരുമ്പോഴേക്കും ഒരു പോയിന്റിൽ പോലും ഇത് ആൾക്കാർക്കൊരു ഒരു തമാശയായിട്ട് തോന്നാൻ പാടില്ല. അവർക്ക് ഇയാളുടെ ഒരു ഇമോഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ഇതിലേന്ന് പിന്നെ ലീഡ് ചെയ്യുന്ന ആ പോർഷനിൽ പ്രേക്ഷകർക്ക് ആ ഒരു ഇമോഷൻ കിട്ടത്തുള്ളൂ. ഈ കരയുന്ന ഒരു സീൻ, ആ ഒരു ബ്രേക്ക് ഡൗൺ ആവുന്ന മൊമെന്റ്, അത് എങ്ങനെയാണ് ഈ അരുൺ അതിനെ മനസ്സിലാക്കി എടുത്തതും? അത് ഞാനങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് രാവിലെ ആദ്യം ഫസ്റ്റ് ചോദിച്ചത് നിനക്ക് കരയാൻ അറിയാമോ വരുണേ എന്നാണ്. അപ്പൊ അറിയാം ഇതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചു സിഗരറ്റ് ഒക്കെ വലിക്കാനൊക്കെ അറിയാവോ പിടിച്ച്. ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. അറിയാം രണ്ടും. അപ്പൊ പിന്നെ എനിക്ക് ചെയ്തു നോക്കണമെന്നുണ്ടായിരുന്നു, എല്ലാം ഒന്നൊന്ന് പിടിച്ചു നോക്കണം. അപ്പം സിമിലർലി ഐ ഹവ് സീൻ പീപ്പിൾ ബ്രേക്ക് ഡൗൺ മെന്റലി ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ കുറെ നാൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഫീലിങ്സ് ഉള്ള ഒരാളാണ്. അപ്പം പുള്ളി ചിരിക്കുവാണെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ രാവിലെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഹി ഹാഡ് എ ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ക്യാരക്ടർ. അത് ഞാൻ പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്നിലേക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു പ്രോസസ്സ്. അല്ലാതെ ഞാൻ ഒരുപാട് അങ്ങനെ പ്രോസസ്സ് ഒന്നും സ്റ്റിക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു നല്ലൊരു സെറ്റിംഗ് ഉണ്ടാക്കി തന്നത് ആസ് എ ഡയറക്ടർ. ഹി ഡിഡ് ദാറ്റ് ഫോർ അസ്. അപ്പം പ്രണവ് ചേട്ടൻ വാസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ. നമ്മൾ റിഹേഴ്സ് ചെയ്യുമായിരുന്നു ഇങ്ങനെ മാറി നിന്ന്. ഞാൻ ഇങ്ങനെ പ്രണവ് ചേട്ടനോട് ചോദിച്ചേട്ടോ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് ചെയ്യാൻ എനിക്കൊരു അത് പാടാന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും പുള്ളി എന്ത് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വരുമായിരുന്നു. സോ അതും എനിക്ക് ഭയങ്കര സപ്പോർട്ടും ഹെൽപ്ഫുള്ളും. നമ്മൾ ചില സീനൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയിട്ടേ ചെറുതായിട്ട് ഡയലോഗൊക്കെ ട്വീക്ക് ചെയ്തിട്ട് രാവിലെ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്തോട്ട് ഒന്ന് കാണിച്ച് നോക്കട്ടെ ഇതൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് വർക്ക് ആവുകയാണെങ്കിൽ യെസ് ഓക്കെ എന്ന് പറയുന്നത്. ഈ പ്രണവിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പ്രണവ് ആസ് ആൻ ആക്ടർ ഭയങ്കര രീതിയിലുള്ള ഒരു സർപ്രൈസിങ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ സിനിമയിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം പ്രണവിനൊപ്പം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീൻ ആരാണ് പെർഫോം ചെയ്യുന്നുണ്ട്. ആസ് ആൻ ആക്ടർ ഒരു കോ ആക്ടറിന് ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഇപ്പം ആ 2 സീനിലാണെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ തമ്മിൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്തതിൽ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. എപ്പോഴും ഇങ്ങോട്ട് ഇട്ട് തരുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, ഇങ്ങനെ പിടിച്ചു നോക്കിയാലോ, നമുക്ക് രാഹുലിനോട് പറഞ്ഞാലോ എന്നൊക്കെ പറയാൻ വൻ സപ്പോർട്ട്. എന്നിട്ട് ഇപ്പം ലുക്ക് തരാൻ പോലും ലൈക്ക് പുള്ളിയുടെ സീൻ ഇല്ലെങ്കിൽ പോലും വന്ന് നിന്ന് എനിക്ക് വേണ്ടിയിട്ട് ഡയലോഗൊക്കെ പറഞ്ഞൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തു തരും. ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ജോളി. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒന്നിച്ച് അങ്ങനെ വൻ ഫണ്ണായിരുന്നു. സോ ആസ് എൻ ആക്ടർ ഹി വാസ് ഓൾവേസ് ഓൺ. അപ്പം എനിക്ക് ആ ഒരു ഡെഡിക്കേഷനൊക്കെ ഇപ്പം ഞാൻ പ്രണവ് ചേട്ടൻ ആദ്യം കാണുന്നത് ലുക്ക് ടെസ്റ്റിനാണ്. ലുക്ക് ടെസ്റ്റിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ പോസ്റ്റേഴ്സ് ഷൂട്ട് ചെയ്ത് പോസ്റ്റേഴ്സ് നമ്മൾ നല്ല കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പ്രണവിന്റെ പിക്ക് മാത്രം വന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ്. അപ്പം നമ്മൾ മൊത്തം പ്രണവ് ചേട്ടനെ വെച്ചാ ക്യാമ്പയിൻ ചെയ്തേക്കുന്നത്. അപ്പം പ്രണവ് ചേട്ടൻ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ അലർന്ന പോസ്റ്ററൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഞരമ്പൊക്കെ കാണുമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഓക്കെ പിടിക്കാം പുള്ളി ശ്വാസമൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ ഒരു പ്രാവശ്യം പോലും ഞാൻ കുറെ പ്രാവശ്യം ചേട്ടാ ഒരു പ്രാവശ്യം കൂടെ കുറച്ചുകൂടെ ഞരമ്പിനില്ല എന്നാലും പിടിക്കാം എന്നൊക്കെ പറഞ്ഞു വൺ ഓൺ. സോ ഗ്രേറ്റ് ആക്ടർ, ഗുഡ് ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ സോ ഭയങ്കര എളുപ്പമായിരുന്നു. സിനിമ കണ്ടവർ ഇറങ്ങിയവരെല്ലാം പ്രണവിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ റിയൽ ലൈഫ് ചാർലി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ഭയങ്കര കാമായിട്ടുള്ള കുറച്ച് ഇൻട്രോവേർട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം ഇങ്ങനെ രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകന് അതൊരു വേറെ ലെവൽ സർപ്രൈസ് കൊടുക്കുകയാണ്.
സെറ്റിൽ പ്രണവ് എന്ന് പറയുന്ന ഒരു ആക്ടർ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു അരുണുമായിട്ട് ചേർന്നുള്ള ഒരു ഇംപ്രവൈസേഷന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം സ്വയം ഈ ക്യാരക്ടറെ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ മാറി ചെയ്യുന്നതോ അത് അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹം? ഞാൻ കൂടുതലും ചേട്ടാ ഇപ്പം എന്റെ സീൻസിലാണ് ഞാൻ പ്രണവ് ചേട്ടനായിട്ട് റിഹേഴ്സ് ചെയ്തേക്കുന്നതൊക്കെ. പിന്നീട് ഞാൻ രാഹുലേട്ടൻ ഓരോരോ സീൻസിന് സെപ്പറേറ്റ്ലി പ്രണവ് ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്ക് ഞാനിങ്ങനെ നിന്ന് നോക്കും എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ. ഐ തിങ്ക് ഹി വാസ് ഇൻ ക്യാരക്ടർ. ഒരു ഗംഭീര ആക്ടറാണ് പുള്ളി ഓൾറെഡി. സോ രാഹുലേട്ടൻ ജസ്റ്റ് പറഞ്ഞ് കൊടുത്താൽ തന്നെ പ്രണവ് ചേട്ടൻ വാസ് ഗിവിങ് ഓപ്ഷൻസ്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ടു വാച്ച്. അതല്ലാതെ ഇപ്പം പ്രണവ് ചേട്ടൻ എനിക്കിങ്ങനെ പുള്ളി എഴുതി കുറെ കവിതയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ കവിത എഴുതും, ബുക്കാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ കുറെ ലേയേഴ്സ് ഉണ്ട് പുള്ളിക്ക്, കുറെ ഫൺ ആക്ടിവിറ്റീസ്. പിന്നെ ഞാനിങ്ങനെ പോയിരുന്ന ഓരോ കഥകളൊക്കെ ചോദിക്കും, ഇങ്ങനെ ട്രാവൽ ഉണ്ടോ, ശരിക്കും എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുതരും. ഞാൻ ഇന്ന് സ്പെയിനിൽ നിന്ന് നടന്ന് അവിടം വരെ പോയി. അങ്ങനെ കുറെ അതിന്റെ ഇടയിലുള്ള ഇൻസിഡൻസും. അപ്പൊ ഭയങ്കര കുറെ ജീവിതാനുഭവമൊക്കെ ഉണ്ട്. നമുക്കതിന് ചോദിച്ചു കുറെ സാധനമൊക്കെ എടുക്കാം. വെരി എക്സൈറ്റിംഗ്. ഇപ്പൊ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഭ്രമയുഗം അടക്കമുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയെ പോലുള്ളൊരു വലിയ ആക്ടറിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ അദ്ദേഹം ഈ പോസ്റ്ററിന് വേണ്ടി നടത്തുന്ന ചില എക്സ്പ്രഷൻസും ചില നോട്ടങ്ങളും ഇതൊക്കെ അരുൺ നേരിട്ട് കാണുകയാണല്ലോ. അപ്പൊ ആസ് ആൻ ആക്ടർ അരുണിനെ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, ഇതൊരു മോൾഡ് ചെയ്യുകയാണോ ഇത്തരം എക്സ്പീരിയൻസുകളും കൂടി? ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ പരിപാടികളിലും എനിക്ക് ഒരു ആക്ടറിലേക്ക് എത്താനുള്ള ഹെൽപ്പ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ട്. ഗംഭീര ആക്ടേഴ്സിൻ്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം ഉണ്ടായി. ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ ഒപ്പം സംസാരിക്കാനും അവരുടെ പ്രോസസ്സ് എന്താണ്, അവരെങ്ങനെയാണ് പടം കൺസീവ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് തന്നെ ബ്രഹ്മയുഗത്തിൽ പറഞ്ഞ പോലെ ഇപ്പം നമുക്കൊരു പ്ലാൻ ഉണ്ടായി, നമുക്കൊരു ഡിസൈൻ ഐഡിയ ഉണ്ടായി, എക്സ്പ്രഷൻ ഉണ്ടായി. പക്ഷെ മമ്മൂക്കയ്ക്ക് ക്യാരക്ടറിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു മാജിക് വെച്ച് മമ്മൂക്ക ഇട്ടൊരു പരിപാടിയിലാണ് നമ്മളതിന് ഷോക്കായത്. ഓക്കെ. അപ്പം അത് എനിക്ക് തോന്നുന്നു രാഹുലേട്ടൻ പോലും അപ്പോഴാണ് കാണുന്നത്. അത് ഫസ്റ്റ് ഡേ ഷൂട്ട് എന്തോയിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേന്ന്. അപ്പം എനിക്കും എൻ്റെ ടീമിനൊക്കെ അത്തരത്തിൽ വി ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ദം. ആസ് എൻ ആക്ടർ ഓൾസോ എനിക്ക് അങ്ങനെ കാണുന്നതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര ഭാഗ്യം അങ്ങനെ വലിയ ആക്ടേഴ്സിന്റെ കൂടെ നിന്ന് പഠിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യം. ഇപ്പൊ ഈ DSCRയിലെ പോസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു റെഡ് ടോൺ കൊടുക്കുന്നു, പ്രണവിന്റെ ഫേസ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നു. ഇപ്പം ഭ്രമയുഗം ആണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകുന്നു. അസമയം മമ്മൂക്കയുടെയും മറ്റ് രണ്ട് ക്യാരക്ടേഴ്സിനും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ പോസ്റ്ററിലേക്ക് വരുമ്പോൾ, DSCRയുടെ പോസ്റ്ററിലേക്ക് വരുമ്പോൾ അതിന്റെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സ്? DSCRയുടെ പോസ്റ്റേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ നമ്മുടെ അടുത്ത് ഭ്രമയുഗത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പടം ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിക്ക്, പുതിയ എന്തെങ്കിലും ഒരു പരിപാടി പിടിക്കണം, ഒറ്റ കളറൊന്നും വേണ്ട, പുതിയൊരു പരിപാടി പിടിച്ചോ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇനീഷ്യലി പടത്തിന് വേണ്ടി സെറ്റ് ചെയ്തിരുന്ന ഒരു ബ്രാൻഡിങ്ങും ടോണൊക്കെ വേറെ ആയിരുന്നു ചേട്ടാ. കുറച്ചൊരു വേറൊരു മൂഡായിരുന്നു, അത് പറയാനും പറ്റത്തില്ല. അപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ പടം ആസ് ദ ഫിലിം ഇവോൾവ് നമ്മളെടുത്ത് പറഞ്ഞല്ലേ ഇത് കറക്റ്റ് ടോണാലിറ്റി അല്ല, പിന്നെ അത് പ്രിന്റിലും വീക്കായിരിക്കും, വേറെ എന്തെങ്കിലും പിടിച്ചോ. എന്നിട്ട് രാവിലെ ഒരിക്കൽ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ റെഡ് ട്രൈ ചെയ്യാം, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ പുതിയൊരു തരത്തിൽ അതിനെ പ്ലേ ചെയ്യാൻ പറ്റിയെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞു. കാരണം പടത്തിൽ റെഡ് എലമെന്റ്സ് ഉണ്ട്. റെഡ് ആസ് എ എലമെന്റ് ഓഫ് ഫിയർ, പിന്നെ ബ്ലഡ്, അങ്ങനത്തെ നമ്മുടെ ക്ലിപ്പ് റെഡ് ആണ്. അപ്പൊ ഒരുപാട് റെഡ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ആലോചിച്ച് എങ്ങനെ ഒരു മോണോട്ടോണസ് അല്ലാണ്ട് ആൾക്കാർ കണ്ട് ശീലിക്കാത്ത ഒരു റെഡിലേക്ക് എങ്ങനെ വരാം, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ നമ്മൾ റെഡും ബ്ലൂ ഉപയോഗിച്ചിട്ടുണ്ട്, അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. ആസ് എ ടോട്ടൽ ഒരു ബ്രാൻഡിങ് സെറ്റ് ചെയ്യണം നമ്മൾ വിചാരിച്ചത്. ഒരു ഫോട്ടോഗ്രാഫിക്കലി കാണുമ്പോൾ തന്നെ ഓക്കെ ഈ ഒരു മൂഡ് DSCRയുടെ ആണ് എന്ന് തോന്നണം. അത് ഭയങ്കര രസമായിരിക്കണം. നമ്മൾ ഒരുപാട് പോസ്റ്റേഴ്സ് റെഫർ ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ ഇപ്പം നമ്മുടെ ടീമിൽ ദീപക് ഭയങ്കര ഫോട്ടോഗ്രാഫിക്കൽ ഇതുള്ള ആളാണ്. അപ്പം അവരാണെങ്കിലും അങ്ങനത്തെ പരിപാടികൾ റെഫർ ചെയ്തിരുന്നത്. ഇപ്പം നമ്മുടെ ടീമിലെ കിഷോർ, രാഹുൽ, അവരൊക്കെ മൊത്തം ആ സമയത്ത് പഠിച്ചത് നോക്കിയതൊക്കെ ഇങ്ങനത്തെ പരിപാടികളും. സോ കുറച്ച് എലമെന്റ് ഓഫ് എന്താ പറയാ ഒരു ഗോത്തിക്നെസ് ഒക്കെ ഈ പടത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തു എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിച്ചിട്ടാണ് ഈ ക്യാമ്പയിനിലേക്ക് കയറിയത്. ഓൾസോ ഇപ്പം പ്രണവ് ചേട്ടനെയാണ് നമ്മൾ ത്രൂ ഔട്ട് ക്യാമ്പയിനിൽ കാണിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഇൻപുട്ട് ആയിരുന്നു. അതിലും നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് ഒരു ക്യാരക്ടർ മാത്രം കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരരുതല്ലോ. അപ്പൊ വി ഹാഡ് ടു മേക്ക് ഇറ്റ് ഡിഫറെന്റ്. വിഷ്വലി കുറെ കഥകൾ പറയണമായിരുന്നു, ഒരുപാട് ലേയേഴ്സ് ഉണ്ടാവണമായിരുന്നു. എനിക്കിതിൽ ഫേവറേറ്റ് ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രണവ് ഇങ്ങനെ കിടന്നിട്ട് ഈ ഒരു ചിലങ്ക ഇങ്ങനെ കാലിനെ മാത്രം കണ്ട് കാലിൽ പിടിക്കുന്ന ഒരു ഷോട്ട്, അതൊരു ഗംഭീര പോസ്റ്റർ ആയിരുന്നു. താങ്ക് യു. അത് രസമുള്ള നമ്മൾ തിങ്ക് ചെയ്തൊരു സാധനം. ഇത് നമ്മള് ടൈറ്റിൽ ലുക്കായിട്ട് ഇറക്കിയ ഒരു പോസ്റ്ററാണ്. സോ ഇത് പ്രോപ്പർലി ഒരു ഓയിൽ പെയിന്റിംഗ് ആയിട്ട് വരച്ച ഒരു പ്രോപ്പർ ക്യാൻവാസിൽ വരച്ചൊരു പെയിന്റിംഗ് ആണ്. നമ്മുടെ ജോജോ എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ കണ്ടുപിടിച്ച ഒരു ആർട്ടിസ്റ്റ്, ഗംഭീര ആർട്ടിസ്റ്റാണ്, പുള്ളിയാണ് ഇത് വരച്ചത്. സോ വാട്ട് വി ഡിഡ് വാസ് ഇതിനൊരു ഏകദേശം ഒരു 3 മാസത്തോളം സമയം എടുത്ത് ഇതിനൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി
മൊത്തത്തിലൊന്ന് ഡ്രൈ ആയി വരാനും ഇത് ഓരോരോ ആൾക്കാരെയൊക്കെ വരച്ച് തീർക്കാനൊക്കെ അത്രയും ഒരു ടൈം എടുത്തായിരുന്നു. നമ്മളിതിൽ എന്താ പറയുക, പ്രോപ്പർ ക്യാൻവാസിൽ തന്നെ പ്രോപ്പർ ഓയിൽ പെയിന്റിങ് യൂസ് ചെയ്തിട്ട് ഒരു റിവേഴ്സ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡിലാണ് ഇത് വരച്ചേക്കുന്നത്. സോ വി വെർ ഓൾസോ വെരി ന്യൂ ടു സച്ച് എ സ്റ്റൈൽ. ഇപ്പം രാഹുലേട്ടനാണെങ്കിലും പടം തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം വി വെർ ഓൾസോ വെരി എക്സൈറ്റഡ്. നമുക്കിങ്ങനെ പ്രാക്ടിക്കൽ ആർട്ടൊക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. സോ ഈ സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് ഒരു സിനിമയുടെ എലമെന്റ് ഇപ്പോൾ ഒരു കുറച്ച് നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്ന ഒരു ആർട്ട് സ്റ്റൈൽ, ഒരു പ്രോപ്പർ റിനസോൺസ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നും അതിൻ്റെ ഒരു റിസർച്ചും കുറച്ച് നാൾ നമ്മൾ അതിൻ്റെ പുറകെ ആയിരുന്നു. ഇപ്പോൾ ഈ പെയിന്റിങ് കുറച്ച് ഡെത്തിനെ സിംബലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതിൽ ഒരുപാട് എലമെന്റ്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ പടത്തിൻ്റെയും കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ളു. അപ്പം ഞാനത് പറഞ്ഞു തരുന്നതിനും നല്ലത് ഐ തിങ്ക് വൈൽ യു വാച്ച് ദ ഫിലിം ആൻഡ് കം ബാക്ക് ഇതിൻ്റെ എലമെന്റ്സ് ഒക്കെ മനസ്സിലാവേണ്ടതാണ്. സോ ഇത് പ്രോപ്പർ ഈ പറയുന്ന പോലെ ഓയിൽ പെയിന്റിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പിടിച്ചേക്കുന്നത് എന്നുള്ളതാണ് പരിപാടി. സോ ഓയിൽ പ്രത്യേകിച്ച് അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് തന്നെ ഇത് തന്നെയാണ്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കും ഈ പടമായിട്ട് അതിന് ഒരു അണ്ടർലൈങ് സെൻസിൽ അതിൻ്റെ ഒരു കണക്ടിവിറ്റി ഉണ്ട് അതിന്. പിന്നെ എല്ലാം ഒരു ഓയിൽ പെയിന്റിങ് ആർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആസ് ആർട്ടിസ്റ്റ് നമുക്കത് ഭീകരമായിരുന്നു. സോ അതുകൊണ്ടിട്ടൊക്കെ കൂടെ ഒരു പ്രാക്ടിക്കൽ ആർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ ദിസ് ഫിലിം ഡിസേർവ്ഡ് ഇറ്റ്. ദാറ്റ്സ് വൈ വി ഡിഡ് സംതിങ് ലൈക്ക് ദിസ്. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ഈ റിലീസിന് മുന്നോടിയായിട്ട് ലാലേട്ടൻ അടക്കമുള്ളൊരു ഈ DP റദ്ദാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടൻ ഇനി പടത്തിലുണ്ടോ, ഇനി ഏതെങ്കിലും ക്യാമിയോ വോയിസ് ഓവറോ അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഒരു ചർച്ച നടന്നു. അപ്പൊ ഈ DPs റദ്ദാക്കുന്നു, അത് ലാലേട്ടൻ വരെ അത് ചെയ്യുന്നു, അതൊരു എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അത് നമുക്ക് ഇനീഷ്യലി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഇപ്പൊ നമ്മുടെ ടീമില് നമ്മളത് കുറെ മുന്നേ പറഞ്ഞായിരുന്നു, നമുക്ക് ഈ പടം തുടങ്ങുമ്പോൾ തൊട്ടങ്ങ് റദ്ദാക്കിയാലോ, ഇപ്പൊ ആൾക്കാർ അത് ചിലപ്പോൾ വർക്ക് ആവില്ല എന്നൊക്കെ ഉള്ളൊരു സജഷൻ ആയിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ ടീമിൽ തന്നെ കിഷോർ എന്ന് പറഞ്ഞ പയ്യനുണ്ട്, അവൻ മൊത്തം ആൾക്കാരുടെ DP റെഡാക്കി ഒരു ദിവസം കാണിച്ചത്. അതായത് രാം സാറിന്റെ ഇങ്ങനെ, രാഹുലിന്റെ ഇങ്ങനെ, എല്ലാവരും ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇട്ട് കാണിച്ചു കൊടുത്ത് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം അവൻ ഓൾറെഡി സെറ്റ് തീർത്ത്. നമ്മളീ പറഞ്ഞ പോലെ രാഹുലിനെ വിളിച്ചിട്ട് ചേട്ടാ ഇതിങ്ങനെ ഇറക്കാം ചേട്ടാ, ഒരാഴ്ചയിലെങ്കിൽ ഇറക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് രസമുണ്ടല്ലോ, ഞാൻ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലേട്ടൻ അത് കൊണ്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ലാലേട്ടനും കൂടെ ഒരെണ്ണം എടുത്ത് വെച്ചോ, വേണ്ടി വരും. നമുക്കത് മനസ്സിലായില്ല, പക്ഷെ നമ്മൾ എക്സൈറ്റഡ് ആയി നമ്മൾ ചെയ്തു കൊടുത്തു. പിന്നീട് നമ്മൾ ട്രെയിലറിന്റെ ദിവസമാണ് എല്ലാവരും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ലാലേട്ടനും ആസ് എ സപ്പോർട്ട് നമ്മളെ അങ്ങനെ ഒരു ഗസ്റ്റർ ചെയ്ത് വൻ എക്സൈറ്റിംഗ് ആയിരുന്നു. അതൊരു പിന്നെ ഹെൽപ്പ് ചെയ്തത് മാർക്കറ്റിംഗ് വൈസ് ഓൾസോ ഒരുപാട് പേര് അതുപോലെ DP ആക്കി തരുമോ എന്ന് ചോദിച്ചു വരികയും സ്വന്തമായിട്ട് DP ആക്കുകയും പല ഫിലിം പേജസ് അടക്കം അവരുടെ ഈ DP റദ്ദാക്കി മാറ്റി. നല്ല പരിപാടിയായിരുന്നു. അപ്പൊ ഈ DSR ഒരു കംപ്ലീറ്റ് ഹൊറർ ഫിലിമാണ്. അപ്പോൾ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ അരുണിന് ഈ റിയൽ ലൈഫിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഹൊറർ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഞാൻ കഥകൾ കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ പറഞ്ഞ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കഥ പേടിക്കുന്ന കഥ. എനിക്ക് ഹൊറർ ഫിലിംസും ഇഷ്ടമാണ്. ആൾക്കാർ റിയൽ ലൈഫിൽ മറ്റേ ഇതിനെ കണ്ടു, ചാത്തനെ കണ്ടു, ജിന്നിനെ കണ്ടു എന്നൊക്കെ പറയുന്ന കഥയൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പം ഈ പടം ഇറങ്ങുന്നതിനനുബന്ധിച്ച്, ഇപ്പം പടം ഇറങ്ങുന്നതിന് മുമ്പും പടം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഇതൊരു ഹൊറർ സിനിമയാണ്, അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ തിയേറ്ററിൽ ശബ്ദം ഉണ്ടാക്കരുത്, അനാവശ്യമായിട്ട് കൂവരുത്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കില്ല് ചെയ്യരുതെന്ന് പറയുന്നു. റിലീസിന് ശേഷവും പലരും ഇത് സോഷ്യൽ മീഡിയയിൽ ഇരുന്നത് ഒരു ഹൊറർ സിനിമയാണ്, ഇതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ദയവായി കില്ല് ചെയ്യരുത്. ഇപ്പം ഇന്ന് ഞാൻ നോക്കുമ്പോൾ പല തിയേറ്റേഴ്സും ഇത് തിയേറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ്, നിങ്ങൾ ഈ എക്സ്പീരിയൻസിനെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ. ഒരു നടനെന്ന നിലയിൽ, ഈ സിനിമയുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഇത്തരത്തിലൊരു പ്രവണത എങ്ങനെയാണ് അരുൺ നോക്കി കാണുന്നത്? എനിക്കറിയില്ല. ഞാനിപ്പോ പോയേക്കുന്ന തിയേറ്റേഴ്സിൽ ഞാനിപ്പോ 2 പ്രാവശ്യം പടം കണ്ടെടുത്തൊക്കെ ഓഡിയൻസ് ഗംഭീര ഓഡിയൻസ് ആണ്. അവർക്ക് ദേ നോ ദാറ്റ് ദ ഫിലിം ഈസ് ആൻ എക്സ്പീരിയൻസ് ബേസ്ഡ് ഫിലിം. ഞാൻ പോയ സമയത്തും നല്ല ഓഡിയൻസ് ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും കാര്യം പിടികിട്ടി തുടങ്ങി. അങ്ങനെ ഒരു മറ്റൊരാളുടെ എക്സ്പീരിയൻസ്, ഈ പടത്തിനെ മോൾഡ് ചെയ്തേക്കുന്ന ഒരുപാട് സൈലൻസ് ഉള്ള മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ചിലപ്പം എനിക്ക് തോന്നുന്ന ആൾക്കാർ ചിലപ്പോൾ പേടി കൊണ്ടിട്ടായിരിക്കും ഓക്വേർഡ് ആവാതിരിക്കാൻ ഒച്ച ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചിരി പടരുമല്ലോ തിയേറ്ററിൽ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, എല്ലാവരും ഇപ്പം അവെയർ ആണ്. ഇപ്പം ഓരോരോ ഫിലിം പേജസ് ഇടുന്നു. ഇപ്പം ഈ പടം ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ വെറുതെ കൂവരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ഐ തിങ്ക് ഓൾറെഡി പീപ്പിൾ ആർ അവെയർ. നല്ല ഗംഭീര ഓഡിയൻസ് ആണ് ഇപ്പൊ ഉള്ളത്. ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഇങ്ങനെ പേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചോദിക്കാനുള്ളത്, എനിക്ക് ലോകയുടെ പോസ്റ്റേഴ്സിനെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കണം. കാരണം ആ സിനിമയുടെ ഒരു വലിയ വിജയത്തിൽ ഒരു വലിയ പാർട്ട് വഹിച്ചൊരു കാര്യമാണ് സിനിമയുടെ പോസ്റ്റേഴ്സ്. എനിക്ക് 2 പോസ്റ്റേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്,
ഇതിന്റെ ഈ 100 കോടി അടിക്കുന്ന സമയത്തുള്ള ഒരു പോസ്റ്റർ, ഒരു മൂണിന്റെ വയസ്സിട്ട് കല്യാണിയുടെ പോസ്റ്ററിന്റെ ബാക്കിൽ വരുന്ന ഈ 101 എന്ന് എഴുതിക്കുന്ന ഒരു പോസ്റ്റർ, പിന്നെ ഈ 200 കോടി ക്ലബ്ബിൽ എത്തുന്ന സമയത്ത് ഇവരുടെ ഈ കാലുകൾ മാത്രം വെച്ചിട്ടുള്ള ഈ 3 ക്യാരക്ടേഴ്സിന്റെ വെച്ചിട്ടൊരു പോസ്റ്റർ, അതിന്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരുന്നു? ചേട്ടാ നമ്മളിപ്പോ 100 കോടി നമ്മളൊരു പോസ്റ്റർ ചെയ്തിരുന്നു. അപ്പൊ അതില് ഭയങ്കര സിലുവറ്റ് ആയിട്ട് ചന്ദ്രൻ നിൽക്കുന്നു, അതിന്റെ ബാക്കിൽ ഒരു മൂൺ വരുന്നു എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ് ചെയ്തു വെച്ചത്. നല്ലൊരു പോസ്റ്ററായിട്ട് വന്നു എന്ന് തോന്നിയപ്പോൾ നിമിഷേട്ടൻ പറഞ്ഞാൽ നമുക്കത് 100-ന് ഇറക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചപ്പോ ഒരു 0 മൂണുണ്ടല്ലോ, ഇപ്പൊ ഒരു 0 കൂടി ഇട്ടാൽ മതിയല്ലോ. നമ്മൾ പക്ഷെ 0 കൂടി ഇട്ടിട്ട് രസം വരുന്നില്ല, വൃത്തിയേട്. ഇപ്പം ഒരു 3 കൂടെ വെക്കാനും പറ്റത്തില്ല ടെക്നിക്കലി. നമ്മൾ ചിന്തിച്ചു ഇപ്പൊ എന്ത് 100 കോടി അടിക്കുകയും ചെയ്ത് ഇപ്പൊ ഇറക്കണം. അപ്പോഴും ആരോ സജസ്റ്റ് ചെയ്ത് അപ്പൊ എന്നാ പിന്നെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ ഒരു 1 കോടി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ. അപ്പം 0 കൂടി ഇട്ടുള്ള വൃത്തികേട് വേണ്ട, ഇപ്പുറത്തൊരു ഒന്ന് ഇട്ട രസമായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടപ്പോ വൃത്തിയായി. നമ്മള് കാണിച്ചു കൊടുത്തപ്പം 101 ആയപ്പോ തന്നെ അവരത് ഇട്ടു. അടുത്തപ്പം 202 ഇടാൻ പറ്റും, അങ്ങനെയായി. അപ്പം 202 വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ പീപ്പിൾ നോ ദറ്റ് ഇപ്പം ടോവിനോ ചേട്ടനും DQ സാറൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. സോ അവരുടെ അറ്റയറും അവരുടെ ഒരു സിലുവറ്റും വെച്ച് മാത്രം കഥ പറയാൻ പറ്റണമെന്ന് നമുക്ക് ഉണ്ടായിരുന്നു. സോ ടീമിലെല്ലാം അങ്ങനെ ഒരു ഡിസ്കഷനും ഒരു റഫ് അടിക്കുകയും അത് കണ്ടപ്പോൾ രസം തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ 202. പിന്നെ ഇവരുടെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന സമയത്തും സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഇറക്കിയല്ലോ, അതിലും ഒരു ഭയങ്കര എലമെന്റ് ഉണ്ട്. ഇപ്പൊ ടോവിനോയുടെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അല്പം ഒരു മാജിക്കൽ എലമെന്റ് കൊണ്ടുവന്നൊരു ക്യാരക്ടർ, ഒരു പോസ്റ്റർ ആയിരുന്നു. ദുൽഖറിനെ ഒരു ബ്ലാക്ക് മൂഡിൽ സെറ്റ് ചെയ്ത് അതൊക്കെ ഒരു അതിനുള്ളൊരു ഈ പറഞ്ഞ പോലെ നിമിഷേട്ടൻ ഭയങ്കര ഹി ന്യൂ ദ ഹോൾ ബ്രാൻഡിങ് ഷുഡ് ബി ദിസ് സൈഡ്. ഇപ്പൊ എങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യണം, ഓരോ ക്യാരക്ടറിന് എന്താ എലമെന്റ്. ഇപ്പം ടോവിനോ ചേട്ടനിലേക്ക് ഒരു മജീഷ്യൻ ആണ്, അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽ കൊടുക്കണം. ഇപ്പോഴത്തെ പാറ്റേൺ നീ ബ്രേക്ക് ചെയ്തോ എന്നുള്ളത്. അപ്പം ദീപക്കാണ് ചെയ്തത്. ദീപക്കിനാണെങ്കിലും കറക്റ്റ് ഒരു കൃത്യൊരു ഫോട്ടോ വേണമായിരുന്നു അവന്. അങ്ങനത്തെ ഒരു ഫോട്ടോ ചൂസ് ചെയ്തു, അങ്ങനത്തെ ഒരു മൂഡ് പിടിച്ച്. ഇപ്പം ടോവിനോ DQ സാറിന്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ പുള്ളി ഒടിയനാണ്. അപ്പം ഒരു ഡാർക്കർ ഒരു ബാറ്റ്മാൻ സ്പേസ് പിടിച്ചോ എന്നൊക്കെ എൻ്റെ അടുത്ത് നിമിഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതും ദീപക് പിന്നീട് ഒരു റഫൊക്കെ അടിച്ച്. സോ ദീപക് ഡിഡ് ദ ഹോൾ പാർട്ട് ഫോർ ദാറ്റ്. അപ്പം അതൊരു ഗംഭീര സാധനമായിട്ട് വന്നു നിമിഷേട്ടൻ്റെ ഒരു ഗൈഡൻസിൽ. അത് ഇനി വരാനിരിക്കുന്ന പടങ്ങൾ എനിക്ക് തോന്നുന്നു പാട്രിയറ്റും സർവ്വമായയുമാണ്. പാട്രിയറ്റ് നമ്മളെല്ലാരും ഭയങ്കര പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു പടമാണ്. ഇതിന്റെ ടീസർ വരുന്ന ആ ഒറ്റ ഷോട്ട് തന്നെ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവുന്നു. അതിന്റെ ഒരു പോസ്റ്റർ വർക്കൊക്കെ തുടങ്ങി. എങ്ങനെയാണ് അതിന്റെ ഒരു വർക്ക്? നമ്മൾ പണി നടക്കുന്നുണ്ട്, പാരലലി ഫോട്ടോഷൂട്ട് അങ്ങനത്തെ പരിപാടികളിലേക്ക് കയറുന്നു. സോ ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് ആണ്. നമ്മളിപ്പോ ഈ ടീസർ വന്ന സമയത്ത് നമ്മളെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഇതിന്റെ ഒരു പോസ്റ്റർ വരുമെന്നാണ്. പക്ഷെ അതൊരു ടൈറ്റിൽ മാത്രമാണ് വന്നത്. അപ്പൊ നമുക്കൊരു പോസ്റ്റർ എന്താണ് അതിന്റെ ഒരു ഉടനെ പിടിക്കണം, ഉടനെ ഇറക്കണം. നമ്മളിപ്പം അന്നേരം ഒരു ടൈറ്റിലാണ് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് തോന്നി. അതൊരു പവർഫുൾ ടൈറ്റിലും ആയിരുന്നു. സോ പ്രത്യേകിച്ച് ആ ഒരു സിനിമയ്ക്ക് എല്ലാ ആക്ടേഴ്സിനെയും കാണിക്കുക പോലും വേണ്ട. നമുക്ക് ലാലേട്ടൻ പടം എന്ന് പറയുമ്പോൾ തന്നെ ഹൈപ്പാണ്. സോ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. സോ ഇനിയൊരു പോസ്റ്ററിലേക്കായിരിക്കും വരിക എന്ന് വിചാരിക്കുന്നു. ഈ സർവ്വമായ വരും. സർവ്വമായാലും ആദ്യം നിവിൻ പോളിയുടെ ഒരു മുഖം പാതി കാണിക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ആദ്യം ഇറക്കിയത്. പിന്നെ അതിനുശേഷം അജുവിനെയും നിവിനെയും രണ്ടുപേരെ റിവീൽ ചെയ്യുന്ന ഒരു പോസ്റ്റർ. എങ്ങനെ ആ പടത്തിന്റെ ഒരു വർക്ക്സ് ഒക്കെ എങ്ങനെ? അതൊരു ഹൊറർ കോമഡി. അതെ, ഹൊറർ കോമഡിക്ക് ഒരു ഫാന്റസി എലമെന്റ് ഉള്ള കോമിക്കൽ നല്ല ഒരു പടമാണ്. ഇപ്പൊ ഒരു അഖിലേട്ടനൊപ്പം വർക്ക് ചെയ്യലും ഒരു ഭയങ്കര സുഖമുള്ളൊരു അപ്രോച്ചാണ് അതിനെപ്പോഴും. സോ നമുക്ക് ഭയങ്കര ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ്. സോ വെരി എക്സൈറ്റിങ്. നമുക്ക് കുറച്ച് ആ ഒരു ഷോർട്ട് ഫോട്ടോഷൂട്ട് ചെയ്തതാണ് നമ്മൾ മുഖം ഹാഫ് ഉള്ളത്. പിന്നീട് ഈ പറയുന്ന പോലെ അവരെ അവിടുത്തെ സ്റ്റില്ലൊക്കെ ഉള്ള നല്ല മൊമെന്റ്സ് ഉണ്ട്, ഭയങ്കര രസമുള്ള മൊമെന്റ്സ് ഉള്ള പടം. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഒരുപാട് മാനിപ്പുലേഷന്റെ ആവശ്യമില്ല അതിൽ. സോ അങ്ങനെ ഒരു സുഖമുള്ള ഒരു പടം. ഇപ്പൊ ഇനി അടുത്ത വർക്ക്സ് ഏതൊക്കെയാണ്? മീൻസ് അതർ ലാംഗ്വേജ് പടങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് വരാനിരിക്കുന്നത്. നമ്മളിപ്പോ തെലുങ്കില് നാഗചൈതന്യ സാറിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. അതല്ലാതെ രശ്മിക മാമിന്റെ ഒരു പടം ചെയ്യുന്നു. മന്ദാടി എന്ന് പറഞ്ഞിട്ട് സൂരി സാറിന്റെ ഒരു പടം, അശോക് സെൽവൻ സാറിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഹിന്ദി പടം ആലിയ ഭട്ടിന്റെ ഒരു പടം ചെയ്യുന്നു. അതാണ് മെയിൻ പരിപാടികൾ. ആസ് ആൻ ആക്ടർ ഇനി എന്താണ് മുന്നോട്ട്? ഞാൻ 1-2 പരിപാടികൾ ഇങ്ങനെ ഡിസ്കഷനിലുണ്ട്, കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ലോക്ക് ആയിട്ടില്ല. സർവ്വമായിലാണ് ഞാൻ അഭിനയിച്ചേക്കുന്നത്. അതിലെന്താണ് ഒരു ഹ്യൂമർ ആയിരിക്കുമോ? ഹ്യൂമർ ഉണ്ട്, കുറച്ചൊരു സ്ലൈറ്റ്ലി വേരിയേഷൻ ഉള്ള ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ഹ്യൂമർ ആണ് പ്രൈമറിലി, ചെറിയൊരു ഹ്യൂമർ എലമെന്റ് ഉണ്ട്. ഞാൻ ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഒരു ടൈപ്പ് സാധനം പിടിക്കാൻ നോക്കിയേക്കുന്നത്. സോ ഇനിയിപ്പോ ഈ DSC വലിയ ഹിറ്റായി, അവരുടെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുന്നു. ഇനിയിപ്പോ സ്ക്രിപ്റ്റ് സെലക്ഷനിലൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇരുന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈം എടുത്താൽ അത്തരത്തിലൊരു തീരുമാനമൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഇതുവരെ നിലവിൽ തിങ്ക് ചെയ്തിട്ടില്ല. നല്ല
പരിപാടികളുടെ ഭാഗമാവാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സാധനങ്ങളും കേൾക്കണം എന്നുണ്ട്. ഒരുപാട് വിഷണറി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പം അത് എന്ത് ടൈപ്പ് റോളാണെങ്കിലും എന്ത് ടൈപ്പ് ഇവന്റിലാണെങ്കിലും എനിക്ക് അവരുടെ കൂടെ നിന്ന് പഠിച്ചെടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. എന്തായാലും ഇനിയും നല്ല റോളുകൾ കിട്ടട്ടെ, നല്ല സിനിമയുടെ ഭാഗമാവട്ടെ, അതോടൊപ്പം നമുക്ക് നല്ല ഞെട്ടിക്കുന്ന പോസ്റ്റേഴ്സ് ലഭിക്കട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.